നീയും ഞാനും എപ്പിസോഡ് റിവ്യൂയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് ഇന്നത്തെ എപ്പിസോഡിന്റെ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് ഞാൻ ഇന്നലെ രാത്രി 9:15 അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും ഫസ്റ്റ് പാർട്ട് കാണാത്തവരുണ്ടെങ്കിൽ ആ ഫസ്റ്റ് പാർട്ട് കണ്ട ശേഷം മാത്രം ഈ സെക്കൻഡ് പാർട്ട് കാണൂ കേട്ടോ. ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ ഈ സെക്കൻഡ് പാർട്ട് തുടങ്ങുമ്പോൾ നമ്മുടെ രവി ഇങ്ങനെ നമ്മുടെ ശ്രീലക്ഷ്മിക്ക് ഷേക്ക് ഹാൻഡ് കൊടുത്തിട്ട് വെൽക്കം ബാക്ക് എന്ന് പറയണേ. അപ്പോൾ ശ്രീലക്ഷ്മി ഇങ്ങനെ രവിയുടെ കണ്ണുകളിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ ചിരിച്ചുകൊണ്ട് തന്നെ രവി ഇങ്ങനെ തിരിച്ചും ശ്രീലക്ഷ്മിയുടെ കണ്ണുകളിൽ നോക്കി ഇങ്ങനെ അവരിങ്ങനെ പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഓഫീസാണ്, ചുറ്റും ഇങ്ങനെ സ്റ്റാഫ് കൂടി നിൽക്കുന്നുണ്ട് എന്നുള്ളതൊന്നും അറിയാതെ അവരിങ്ങനെ പ്രണയിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ സാന്ദ്ര മേഡത്തിനാണെങ്കിൽ ദേഷ്യം വരികയാണ്. ശ്രീലക്ഷ്മിനെ കുത്തിക്കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടെങ്കിൽ നമ്മുടെ സാന്ദ്ര മേഡം അതൊക്കെ കടിച്ചമർത്തിയിട്ട് അവരുടെ ആ കൈ വിടിയിക്കാൻ വേണ്ടിയിട്ടും അവരിങ്ങനെ കണ്ണുകളിലേക്ക് നോക്കി നിൽക്കുന്നത് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടും സാന്ദ്ര മേഡം സ്നേഹത്തോട് കൂടിയിട്ട് ശ്രീലക്ഷ്മി എന്ന് വിളിക്കുകയാണ്. ആ ഒരു വിളിയിൽ ശ്രീലക്ഷ്മിയും രവി സാറും ഇങ്ങനെ ഇത് ഓഫീസാണെന്നുള്ള ഒരു തിരിച്ചറിവിൽ അവർ പെട്ടെന്ന് തന്നെ കൈ വിട്ടിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ സാന്ദ്ര മേഡം തുടർന്ന് പറയാണ്, ശ്രീലക്ഷ്മി വെൽക്കം ബാക്ക്, താങ്ക് യു മേഡം. അപ്പം നമ്മുടെ രവി സാർ ബാക്കി കാര്യങ്ങളൊക്കെ ശ്രീലക്ഷ്മിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ശ്രീലക്ഷ്മി ഇന്ന് ഓപ്പൺ ഓഫീസ് ഡേ ആണ്. ഓപ്പൺ ഓഫീസ് ഡേ എന്ന് പറഞ്ഞാൽ ആർക്കും എവിടെ ഇരിക്കാം, ഏത് ജോലിയും ചെയ്യാം, നിനക്ക് ഇഷ്ടപ്പെട്ട ജോലി നിനക്ക് ചെയ്യാം. ഇത് കേട്ടത് നമ്മുടെ ശ്രീലക്ഷ്മി ഇങ്ങനെ മൈൻഡ് വോയിസ് ആയിട്ട് പറയാണ്, സർ എനിക്ക് ഇന്നത്തെ ദിവസം മൊത്തം സാറിനോടൊപ്പം ചെലവഴിക്കാനാണ് ഇഷ്ടം. അതും ആലോചിച്ച് ശ്രീലക്ഷ്മി ഇങ്ങനെ രവിന്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിൽക്കുകയായിരിക്കും. രവിയാണെങ്കിൽ ശ്രീലക്ഷ്മിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. ഇതൊക്കെ കാണുന്ന സാന്ദ്ര മേഡത്തിന് ഇത് വീണ്ടും അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രീലക്ഷ്മി എന്ന് വിളിക്കുകയാണ്. ആദ്യത്തെ വിളി ശ്രീലക്ഷ്മി കേൾക്കൂല. അങ്ങനെ രണ്ടാമത്തെ വിളിയിൽ ശ്രീലക്ഷ്മി യെസ് മാഡം എന്ന് പറയുമ്പോൾ നന്ദനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പം നന്ദൻ ഹലോ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഷേക്ക് ഹാൻഡിനായി കൈ നീട്ടുമ്പോൾ ശ്രീലക്ഷ്മി പെട്ടെന്ന് നമസ്കാരം പറയും. ആദ്യം നന്ദനും ചമ്മി പോകും. അപ്പോൾ ശ്രീലക്ഷ്മി ഒന്നുകൂടി നന്ദനെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെറുതെ അങ്ങനെ കൈ നീട്ടും. അപ്പം നമ്മുടെ നന്ദൻ അത് സ്വീകരിക്കാൻ വരുമ്പോൾ ശ്രീലക്ഷ്മി വെറുതെ അങ്ങ് വലിച്ചു കളയും. ഇത് കണ്ട് അവിടെയുള്ള എല്ലാവരും ഇങ്ങനെ ചിരിക്കും. എല്ലാവർക്കും അതൊരു കുസൃതിയായിട്ട് തോന്നും. പക്ഷേങ്കിൽ നമ്മുടെ സാന്ദ്ര മേഡത്തിനും രാജാറാം സാറിനും അത് അത്ര ഡൈജസ്റ്റ് ആയിട്ടുണ്ടാവില്ല. അങ്ങനെ സാന്ദ്ര മേഡവും നമ്മുടെ രാജാറാം സാറും ഇങ്ങനെ നിന്ന് സംസാരിക്കാണ്. സർ എങ്ങനെയുണ്ട് നമ്മുടെ പുതിയ ജോഡി? അപ്പം നമ്മുടെ രാജാറാം സർ ഒന്ന് ശ്രീലക്ഷ്മിനെയും നന്ദനെയും നോക്കുകയാണ്. അവർ തമ്മിൽ ഭയങ്കര സംസാരത്തിലായിരിക്കും. രവി സാർ നടുക്കുണ്ടാവും. എന്നാലും നമ്മുടെ ശ്രീലക്ഷ്മി നന്ദനായിരിക്കും കഥ പറയുന്നത്. ഇവർ ഭയങ്കര ഫാസ്റ്റ് ആണല്ലോ. ഫസ്റ്റ് ഡേ തന്നെ. അതെ സർ, ഫസ്റ്റ് ഡേ തന്നെ ഗെയിം തുടങ്ങി. അപ്പം രാജാറാം സാർ ഇവരെ രണ്ടുപേരെയും നോക്കിയിട്ട് ചോദിക്കുകയാണ്, അല്ല മേഡം, മേഡം ആരെയാണ് ഉദ്ദേശിച്ച്, അവളെയാണോ അല്ലെങ്കിൽ അവനെയാണോ? ഞാൻ രണ്ടുപേരെയാണ് ഉദ്ദേശിച്ച്. കണ്ടില്ലേ സാറിൻ്റെ ഇടത്തും വലത്തുമായി നിൽക്കുന്ന രണ്ട് ബൊമ്മകൾ. ഇനി നമ്മൾ ചരട് വലിക്കേണ്ട ആവശ്യമുള്ളൂ. തുടങ്ങിക്കോളും ശ്രീലക്ഷ്മി ബൊമ്മൻ്റെയും നന്ദൻ ബൊമ്മൻ്റെയും ബൊമ്മലാട്ടം. ആ ബൊമ്മലാട്ടത്തിനിടയിൽ കുടുങ്ങിപ്പോകുന്നത് നമ്മുടെ സാറാണ്. അതുകൊണ്ട് തന്നെ ഇത് ഞാൻ അനുവദിക്കില്ല. ഇതെൻ്റെ തീരുമാനമാണ് പറഞ്ഞ് രാജാറാം സാർ അവരെങ്ങനെ ഒന്ന് സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. അതിനുശേഷം എല്ലാ സ്റ്റാഫും ഇങ്ങനെ ഓരോരോ ക്യാബിനിലേക്കായിട്ട് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ശ്രീലക്ഷ്മീൻ്റെ ക്യാബിലേക്ക് പോകുമ്പോൾ ഉമാമേടവും നന്ദനും അതുപോലെ തന്നെ രവി സാറും ഇങ്ങനെ തൊട്ട് പിന്നാലെ പോകുന്നുണ്ടോ. അങ്ങനെ ശ്രീലക്ഷ്മി ഇങ്ങനെ തൻ്റെ ചെയറിൽ ഇരിക്കാൻ പോകുമ്പോൾ രവി സാർ പറയാണ്, ശ്രീലക്ഷ്മി ഇന്ന് ആ ചെയറിൽ ഇരിക്കേണ്ട. അതെന്താ സർ? ആ സീറ്റ് ഞാൻ നേരത്തെ റിസർവ് ചെയ്ത് വെച്ചിരിക്കുക. ഇന്ന് എനിക്കാണ് ആ സീറ്റ്. ശ്രീലക്ഷ്മിക്ക് വേറെ ഏതെങ്കിലും സീറ്റ് കണ്ടുപിടിക്കുക എന്ന് പറയാണ്. ഇത് കേട്ടിട്ടും ശ്രീലക്ഷ്മിക്ക് ഭയങ്കര സന്തോഷമാവാണ്. കാരണം താനിരിക്കുന്ന സീറ്റാണല്ലോ രവി സാർ ബുക്ക് ചെയ്ത്. അങ്ങനെ രവി സാർ ഇങ്ങനെ ശ്രീലക്ഷ്മിൻ്റെ സീറ്റ് കയറി ഇരുന്നുകൊണ്ട് പറയാണ് ചുറ്റുമുള്ള എല്ലാവരോടുമായിട്ട്, ഇനി എല്ലാവരും ഓരോ സീറ്റ് കണ്ടുപിടിച്ചോളൂ, ലെറ്റ്സ് സ്റ്റാർട്ട് ദ ഡേ. അപ്പോൾ ശ്രീലക്ഷ്മി സർ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് തൻ്റെ ആ ഗണപതി വിഗ്രഹം ഇങ്ങനെ കയ്യിലെടുക്കുകയാണ്. ഇത് കണ്ട നന്ദൻ, ആഹാ അപ്പോൾ താൻ പ്രാർത്ഥിക്കാറൊക്കെ ഉണ്ടോ? ഉണ്ട്, ഞാൻ ദിവസവും പ്രാർത്ഥിച്ച ശേഷമേ എൻ്റെ ജോലി തുടങ്ങാറുള്ളൂ. ഇതാണ് എൻ്റെ ദൈവം. പ്രാർത്ഥിക്കുന്നതിന് എന്തായാലും ഫലം ഉണ്ടായില്ലേ ശ്രീലക്ഷ്മി? ദൈവം ശ്രീലക്ഷ്മിയെ ഈ ഓഫീസിൽ തന്നെ തിരിച്ചു കൊണ്ടുവന്നില്ലേ? ഇത് കേട്ടേരെ രവി സാർ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. 100% ശരിയാണ് ഉമാ മേഡം. സാധാരണ ഒരു ജോലി ചെയ്യുമ്പോൾ വിഘ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കാറുള്ളത്. പക്ഷെങ്കിൽ എൻ്റെ ദൈവം എൻ്റെ യാത്രയിൽ വിഘ്നം വരുത്തിയിട്ട് എന്നെ ഈ ഓഫീസിൽ തന്നെ തിരിച്ചെത്തിച്ചു. ഒരിക്കലും നമ്മുടെ പ്രാർത്ഥന വെറുതെയാവില്ല അല്ല മേഡം? തീർച്ചയായിട്ടും തൻ്റെ കാര്യത്തിൽ അത് സത്യമായി. താൻ ഇവിടുന്ന് പോകുന്നത് ആ ദൈവത്തിന് ഇഷ്ടമല്ലെന്ന് തോന്നുന്നു. നമ്മൾ വിശ്വസിക്കുന്ന ദൈവം ഒരിക്കലും നമ്മളെ കൈവിടില്ല അല്ല സർ? ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേന്ന് ശ്രീലക്ഷ്മി രവിവർമ്മൻ സാറിനോട് എത്തി ചോദിച്ചേരും. സാർ ഇങ്ങനെ എവിടെയോ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയും അപ്പോൾ സാറ് ശ്രീലക്ഷ്മിൻ്റെ ചോദ്യം കേട്ടിട്ട് ഇങ്ങനെ ആ എന്ന് വിക്കി പറയുമ്പോൾ അതിന് നന്ദൻ ഇങ്ങനെ കറക്റ്റായിട്ട് ഒരു ആൻസർ പറഞ്ഞു കൊടുക്കുകയാണ്. അതെ, നീ പറഞ്ഞത് 100% ശരിയാണ്. രവിവർമ്മൻ സാർ 21 വർഷം മുമ്പ് വിശ്വാസം എന്ന വാക്കിനെ കുറിച്ച് ഒരു സ്പീച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു. ആ സ്പീച്ച് ഇപ്പോഴും യൂട്യൂബിൽ വൈറലാണ്. അപ്പം നമ്മുടെ രവി ഇങ്ങനെ ആ സ്പീച്ചിനെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പം നമ്മുടെ നന്ദൻ തുടർന്ന് പറയാണ്, ആ സ്പീച്ച് നടത്തിയ വർഷം 1999. സാർ പറഞ്ഞ കാര്യങ്ങൾ എനിക്കിപ്പോഴും ബൈഹാർട്ടാണ്. ചിലർ ദൈവത്തിൽ വിശ്വസിക്കുന്നു, മറ്റു ചിലർ വിശ്വാസത്തെ തന്നെ ദൈവമാക്കി വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് സാർ ആ സ്പീച്ച് അവസാനിപ്പിച്ചത്. ഇന്നത്തെ ന്യൂസ് പേപ്പർ ഹെഡ്ലൈനിൽ അതായിരുന്നു വാർത്ത.
ഞാൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ നടത്തിയ സ്പീച്ച് നീ ഇപ്പോഴും അതൊക്കെ ഓർക്കുന്നുണ്ടോ? സർ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സർ ആണ് എൻ്റെ റോൾ മോഡൽ. ഇതിൽ ഞാൻ എത്തേണ്ട സ്ഥലത്ത് തന്നെ എത്തിയെന്നാണ് എൻ്റെ വിശ്വാസം. ഐ എം ഹാപ്പി, ഐ എം റിയലി ഹാപ്പി സർ, ഐ എം പ്രൗഡ് ഓഫ് യു എന്ന് നമ്മുടെ രവി സാറും ഇങ്ങനെ തിരിച്ചു പറയാണ്. ആ സമയത്താണ് സാന്ദ്ര മാഡം എക്സ്ക്യൂസ് മീ എന്ന് ചോദിച്ച് അവിടേക്ക് വരുന്നത്. പറഞ്ഞോളൂ സാന്ദ്ര മാഡം. സർ, കുറച്ച് അനാലിസിസും അപ്ഡേറ്റും പറയാനുണ്ടായിരുന്നു. പറഞ്ഞോളൂ. ഇന്ന് ഞാൻ ഇവിടെ ഇരുന്നാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. പറഞ്ഞോളൂ എന്ന് പറയുമ്പോൾ സാന്ദ്ര മാഡം പറയാണ്, സർ ഇത് കുറച്ച് കോൺഫിഡൻഷ്യലാണ്, എനിക്ക് സാറിനോട് മാത്രമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ എന്നും പറഞ്ഞിട്ട് രവി ഇങ്ങനെ എഴുന്നേൽക്കുമ്പോൾ നന്ദൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഉമാ മാഡത്തോട് ചോദിച്ചാൽ മതി, ഷീ വിൽ ഹെൽപ്പ് യു. താങ്ക് യു സർ, വെൽക്കം, ഹാവ് എ ഗ്രേറ്റ് ഡേ എന്നും പറഞ്ഞിട്ട് നമ്മുടെ രവി സാർ ഇങ്ങനെ ക്യാബിൻ വിട്ട് പുറത്ത് പോകാൻ നിൽക്കുമ്പോൾ സാർ പോയിക്കോളൂ, ഒരു മിനിറ്റ് ഞാനിപ്പോൾ വരാമെന്നും പറഞ്ഞിട്ട് സാന്ദ്ര മാഡം നമ്മുടെ ശ്രീലക്ഷ്മിയോടായിട്ട് പറയാണ്. ഉമാ മാഡം ഇവിടുത്തെ ഒരു സീനിയർ സ്റ്റാഫാണ്. അത് മാത്രമല്ല, രാമമൂർത്തി സാർ സിക്ക് ലീവിലായതുകൊണ്ട് രാമമൂർത്തി സാറിൻ്റെ ചാർജ് കൂടി ഉമാ മാഡത്തിനാണ്. അതുകൊണ്ട് ഉമാ മാഡത്തിന് ഇങ്ങനെ നന്ദൻ്റെ കൂടെ ഓടി നടന്നിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നന്ദൻ്റെ കാര്യങ്ങളൊക്കെ ശ്രീലക്ഷ്മി വേണം ശ്രദ്ധിക്കാൻ. ഞാൻ പറഞ്ഞത് ശ്രീലക്ഷ്മിക്ക് മനസ്സിലായില്ലേ? ശരി മാഡം. അപ്പോൾ നമ്മുടെ സാന്ദ്ര മാഡം ഒരു ആക്കിയ രൂപത്തിൽ ശ്രീലക്ഷ്മിനോട് പറയാണ്, കോയമ്പത്തൂരിലേക്ക് പോയ നീ പാതി വഴിയിൽ നിന്ന് തിരിച്ചു വന്നു. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ 2-3 ദിവസം വീട്ടിൽ വിശ്രമിച്ച ശേഷമേ ഓഫീസിലേക്ക് വരില്ലായിരുന്നു. നിനക്ക് ജോലിയോടുള്ള ആത്മാർത്ഥത കൊണ്ട് നീ പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നു. ഞാൻ അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. ഐ അപ്രിഷ്യേറ്റ് യുവർ ഡെഡിക്കേഷൻ ആൻഡ് ഹാർഡ് വർക്കിംഗ്. താങ്ക് യു മാഡം. എന്നിട്ട് നന്ദനോടായിട്ട് നമ്മുടെ സാന്ദ്ര മാഡം പറയാണ്, നന്ദ, നിന്നെ ഈ ശ്രീലക്ഷ്മി അസിസ്റ്റ് ചെയ്യും. ബോസ്, താങ്ക് യു. വാട്ട് ബോസ്, എന്ത് കുഴപ്പം? അതെ, ഈ ഓഫീസിൽ ഒരേ ഒരു ബോസേ ഉള്ളൂ, അത് ഇവിടുന്ന് ഇറങ്ങിപ്പോയ ആളാണ്, മൈൻഡ് എന്ന് പറഞ്ഞിട്ട് സാന്ദ്ര മാഡം അങ്ങ് പോവാണ്. സാന്ദ്ര മാഡം അങ്ങനെ പറഞ്ഞത് അവിടെയുള്ള എല്ലാവർക്കും ഇഷ്ടമായി. കാരണം രവിവർമ്മൻ സാറിനെ തന്നെ ബോസാക്കി വെച്ചത് ഉമാ മാഡത്തിനും ശ്രീലക്ഷ്മിക്കും നജീബ്ക്കും എല്ലാവർക്കും ഇഷ്ടമായി. ഈ സമയം നമ്മുടെ സാന്ദ്രയ്ക്ക് വേണ്ടിയിട്ട് രവി സാർ ഇങ്ങനെ പുറത്ത് വെയിറ്റ് ചെയ്യായിരിക്കും. സർ, പറയൂ സാന്ദ്ര. ആക്ച്വലി ഞാൻ സാറിനെ വിളിപ്പിച്ചത് സാറിനോട് ക്ഷമ ചോദിക്കാനാണ്. ക്ഷമ ചോദിക്കാനോ? എന്തിന് സർ? ഞാൻ നന്ദനെ സ്വീകരിക്കാനുള്ള എല്ലാ പരിപാടികളും സാറിനോട് ആലോചിക്കാതെയാണ് ചെയ്തത്. എനിക്ക് ലാസ്റ്റ് മൊമെന്റിലാണ് മനസ്സിലായത്. അന്ന് ക്യാമ്പസ് ഇന്റർവ്യൂ ചെയ്ത് സെലക്ട് ചെയ്ത നന്ദന്റെ കാര്യം സാറിന്റെ ഓർമ്മയിലേ ഇല്ലെന്ന്. ഇത് കേട്ട രവി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പറയാണ്, അത് കഴിഞ്ഞില്ലേ, ഇറ്റ്സ് ഓക്കെ. കഴിഞ്ഞു സർ, എന്നാലും ഞാൻ പറയാനുള്ളത് പറയണല്ലോ. ഇതേ സമയത്ത് ഇവരുടെ സംഭാഷണം ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ രാജാറാം സാർ അങ്ങോട്ട് മാറി നിൽക്കുന്നുണ്ടാവും. അപ്പം നമ്മുടെ സാന്ദ്ര മാഡം തുടർന്ന് പറയാണ്, ഈ നന്ദൻ എന്ന് പറയുന്നത് നമ്മുടെ രഘുവർമ്മൻ സാറിന്റെ വൈഫ് രേഖ മാഡത്തിന്റെ ജൂനിയർ ആയിരുന്നു. അതുകൊണ്ടാണ് രേഖ മാഡത്തിന്റെ ജൂനിയർ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ബൊക്കെയൊക്കെ കൊടുത്ത് സ്വീകരിക്കാന്ന് വിചാരിച്ച്. ഐ ആം സോറി, ഐ ആം എക്സ്ട്രീംലി സോറി. ഫ്യൂച്ചറിൽ ഇങ്ങനെയൊന്നും എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവില്ല സർ. ഇറ്റ്സ് ഓക്കെ. ശരിക്കും പറഞ്ഞാൽ ഞാൻ തന്നോട് താങ്ക്സ് ആണ് പറയേണ്ടത്. ഈ നന്ദന്റെ കാര്യം എന്നോട് അനിയത്തിക്കുട്ടി ഇതിനു മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അത് മറന്നു. ശരിക്കും പറഞ്ഞാൽ താനാണ് എന്നെ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. നീ ഇങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ അനിയത്തിക്കുട്ടിയുടെ പിണക്കവും പരിഭവവും എല്ലാം ഞാൻ നേരിടേണ്ടി വന്നേനെ. താങ്ക് യു സാന്ദ്ര, ഇറ്റ്സ് മൈ ഡ്യൂട്ടി സർ. എംപ്ലോയീസിനെ ഫസ്റ്റ് ഡേ മുതൽ തന്നെ സ്വന്തം ആളായിട്ട് ട്രീറ്റ് ചെയ്യുന്നത് വർമ്മൻ ഗ്രൂപ്പിന്റെ ഒരു കീഴ്വഴക്കാണ്. അത് താൻ തന്നെ ഏറ്റെടുത്ത് സ്വയം ചെയ്തു. ഐ അപ്രിഷ്യേറ്റ് യു സാന്ദ്ര. സർ, വെൽ, എന്നാൽ ഞാൻ എൻ്റെ പുതിയ സീറ്റിലേക്ക് പോകട്ടെ എന്ന് പറഞ്ഞിട്ട് രവി സാർ അങ്ങ് പോവാണ്. അതിനുശേഷം രാജാറാം സാർ വന്നിട്ട് പറയാണ്, അല്ല, രവി സാറിന്റെ പുകഴ്ത്തൽ കേട്ടിട്ട് മാഡം ഒന്ന് ആകാശത്തേക്ക് ഉയർന്നതുപോലെ ഉണ്ടല്ലോ. സോറി, യു ആർ മിസ്റ്റേക്കൺ. രവിവർമ്മൻ സാറിന്റെ പുകഴ്ത്തൽ എൻ്റെ ഇന്റലിജൻസിനെ മാത്രം ബേസ് ചെയ്തിട്ടാണ്. പക്ഷേ എനിക്കൊരു ഹൃദയം ഉണ്ടെന്ന് സാറ് മനസ്സിലാക്കുന്നില്ല. അതാണ് ഇവിടുത്തെ ട്രാജഡി എന്നും പറഞ്ഞിട്ട് നമ്മുടെ സാന്ദ്ര മേഡം ഇങ്ങനെ പോവാൻ ഒരുങ്ങുമ്പോൾ, സാന്ദ്ര മേഡം ഒരു മിനിറ്റ് മേഡം, ആ പയ്യനെ കുറിച്ച് പറഞ്ഞതൊക്കെ സത്യമാണോ? ആ ഡബിൾ ഓവർ സ്മാർട്ട് നന്ദനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ? പിന്നെ ഞാൻ എന്തിനാ ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതെന്ന് വെച്ചാൽ, സാധാരണയായിട്ട് ഈ ഓഫീസിൽ ഒരാളെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ രവിവർമ്മൻ സാറിന്റെ അനുവാദം വേണം. പിന്നെ എല്ലാ പ്രൊസീജിയേഴ്സും ഫോളോ അപ്പ് ചെയ്യണം. ഓ മൈ ഗോഡ്, ഞാൻ അതല്ലേ രാജാറാം സാർ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നേ? ഇത് രാജാറാം സാറിന് മനസ്സിലാവാത്തതാണോ അല്ലെങ്കിൽ മനസ്സിലാവാത്തത് പോലെ അഭിനയിക്കുകയാണോ? അതെ, ഞാൻ ഒരു വട്ടം കൂടി പറയാം. ഈ നന്ദൻ എന്ന് പറയുന്ന പയ്യൻ രേഖാ മേഡത്തിന് വേണ്ടപ്പെട്ട പയ്യനാണ്. അത് മാത്രമേ ഉള്ളൂ. ഒക്കെ ആയിക്കോട്ടെ മേഡം, എന്നാലും ഇതുപോലത്തെ ഒരു വെൽക്കം, അതും സാന്ദ്ര മേഡത്തിന്റെ കയ്യിൽ നിന്നും, ഐ ഫീൽ സംതിങ് റോങ് സംവെയർ. എവിടെയോ എന്തോ ചിന്ന സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉള്ളതുപോലെ. സോറി, ടു മച്ച് ഡൗട്ട്, നോട്ട് ഗുഡ് ഫോർ രാജാറാം സർ. നോ 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 നോ, അങ്ങനെയല്ല. എൻ്റെ ജോലി എന്താ എന്നുള്ളത് മാഡത്തിന് ഇപ്പോഴും കൃത്യമായിട്ട് അറിയാത്തതുപോലെ എനിക്ക് തോന്നുന്നു. മാഡത്തിന് എന്തോ ഡൗട്ട് ഉണ്ട് എൻ്റെ ജോലി എന്താന്നുള്ളത്. അത് ഞാൻ തന്നെ ക്ലിയർ ചെയ്യാം. ഇതുപോലുള്ള എല്ലാവരുടെയും ഡൗട്ട് ക്ലിയർ ചെയ്യലാണ് എൻ്റെ ഒന്നാമത്തെ ജോലി. അതിനാണ് ഞാൻ സാലറി വാങ്ങുന്നതും. എന്തായാലും മാഡത്തിന് ആ ചെക്കൻ്റെ മേലിൽ ഒരു കണ്ണ് വേണം. അവൻ്റെ മൂവിൽ എന്തെങ്കിലും ഒരു കുഴപ്പം കണ്ടാൽ ഞാൻ അവൻ്റെ കോളറിൽ തൂക്കിയെടുത്തിട്ട് ഒരു കിണർ കുഴിച്ച് അതിലിട്ട് മൂടും. അതിൽ നിന്ന് അവനെ രക്ഷിക്കാൻ ഒരു രേഖാ മേഡത്തിനും കഴിയില്ല.
സാന്ദ്ര മേഡത്തിനും. ഇത് കേട്ടരും സാന്ദ്ര എന്നിങ്ങനെ ഞെട്ടിപ്പോവാണ്. ഇത് ഞാൻ ഇപ്പോഴേ പറയുകയെന്നും പറഞ്ഞിട്ട് നമ്മുടെ രാജാറാം സാർ ഇങ്ങനെ സാന്ദ്ര മേഡത്തെ ഓർമ്മിപ്പിച്ച ശേഷം സ്ലോ മോഷനിൽ നടന്നു പോവുകയാണ്. അങ്ങനെ രാജാറാം സാർ പോയി കഴിഞ്ഞ ശേഷം സാന്ദ്ര മേഡം നമ്മുടെ രാജാറാം സാർ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാനം. എനിക്ക് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, നീയും ഞാനും എന്താണ് 2 പാർട്ടാക്കി ചെയ്യുന്നത്, ബാക്കിയുള്ള സീരിയൽസ് ഒക്കെ ഒരു പാർട്ടാണല്ലോ എന്ന്. നീയും ഞാനും കഴിഞ്ഞ വീക്ക് മുതൽ 31 മിനിറ്റ് ഉണ്ടാവാറുണ്ട് സീരിയൽ, ബാക്കിയുള്ള സീരിയൽസ് എല്ലാം 20 മിനിറ്റേ ഉണ്ടാവാറുള്ളൂ. ഈ 31 മിനിറ്റ് ഉള്ളത് കൊണ്ടാണ് ഞാൻ സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 പാർട്ടാക്കി ചെയ്യുന്നത്. കുറേ ഉണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ 2 പാർട്ടാക്കി ചെയ്യുന്നത്. ഞാൻ ടെലികാസ്റ്റ് ചെയ്യുന്നതിൻ്റെ തലേന്ന് രാത്രി അപ്ലോഡ് ചെയ്യുന്നത് ഫസ്റ്റ് പാർട്ടും ടെലികാസ്റ്റ് ചെയ്യുന്ന അന്ന് ഉച്ചയ്ക്ക് അപ്ലോഡ് ചെയ്യുന്നത് സെക്കൻഡ് പാർട്ടുമാണ്. അപ്പം നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്ത ശേഷം തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് അതിൽ ഓൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ആ നിമിഷം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക്